Hello friends, welcome back to everyone. Now we are discussing fourth semester BA English paper Literary Criticism. So first question, what is mimesis? Mimesis means imitation of life and nature in literature and art. അതായത് മിമസിസ് അരിസ്റ്റോട്ടലിൻ്റെ ഒരു ടേമാണ്. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ആൻഡ് നാച്ചർ ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. ഒരു ലിറ്ററേച്ചർ വർക്ക് കൂടെ, അത് പോയമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാജഡി, അങ്ങനെ എന്തെങ്കിലും ഒരു ലിറ്ററേച്ചർ വർക്കിലൂടെ അല്ലെങ്കിൽ ഒരു ആർട്ട് രൂപത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും അല്ലെങ്കിൽ അതുപോലെ നാച്ചുറിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് മിമിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫിനെ നാച്ചുറിനെയും ലിറ്ററേച്ചർ വർക്കിലൂടെയും അല്ലെങ്കിൽ ആർട്ട് രൂപത്തിലൂടെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് മിമിസിസ് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ബിലീവ്ഡ് പോയട്രി ഇമിറ്റേറ്റ്സ് ഹ്യൂമൻ ആക്ഷൻസ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ഷൻസിനെയും ഇമോഷൻസിനെയും എക്സ്പീരിയൻസൊക്കെയാണ് ഓരോ പോയട്രിയിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി ത്രൂ ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ. അതായത് ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള ആർട്ട്, അതായത് പെയിൻറ്റിങ്, മ്യൂസിക്, തിയേറ്റർ തുടങ്ങിയ ആർട്ട് രൂപത്തിലൂടെയൊക്കെ റീഡേഴ്സിന് റിയാലിറ്റിയെ മനസ്സിലാക്കിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മൈമേസ് എന്നത് ഉദ്ദേശിക്കുന്നത് ലൈഫിൻ്റെയും നാച്ചുറിൻ്റെയും ഒക്കെ ഇമിറ്റേഷൻസ്, അവരുടെ എക്സ്പീരിയൻസൊക്കെ ലൈഫിലുണ്ടാകുന്ന ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇമോഷൻസിനൊക്കെ ലിറ്ററേച്ചർ വർക്കിലൂടെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് മിമിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അരിസ്റ്റോട്ടിൽസ് നോഷൻ ഓഫ് കാതസിസ്. കാതസിസ് എന്ന ടേം കൊണ്ടുവന്ന അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. കാതസിസ് മീൻസ് ദ പ്യൂരിഫിക്കേഷൻ ഓർ ക്ലീൻസിങ് ഓഫ് ഇമോഷൻസ് സച്ച് ആസ് പിറ്റി ആൻഡ് ഫെയർ. അതായത് ദയയിലൂടെയും പേടിപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെയെല്ലാം ഓരോ പ്രേക്ഷകനും തൻ്റെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ, അതിൽ ശുദ്ധീകരിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെയാണ്, മനസ്സിനെ ക്ലീൻ ചെയ്യാനൊക്കെയാണ് ചെയ്യുന്നതിനൊക്കെയാണ് കാതസിസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ട്രാജഡി ക്രിയേറ്റ്സ് ദീസ് ഇമോഷൻ ഇൻ ദ ഓഡിയൻസ് ആൻഡ് ഫൈനലി റിലീവ്സ് ദം. അതായത് ഓരോ ട്രാജഡിയും കാണുന്ന ഓഡിയൻസിൻ്റെ മനസ്സിൽ അതിലെ കഥാപാത്രങ്ങളോട് ഒരു പിറ്റി, ഒരു ദയയും ഒരു പേടിയൊക്കെ തോന്നുമല്ലോ. അതുവഴി നമ്മളുടെ കാണുന്ന ഓഡിയൻസിൻ്റെ മനസ്സിലുള്ള ഇമോഷൻസിനൊക്കെ ഒരു റിലീഫ് കിട്ടുകയാണ്. അതായത് അവർക്കൊക്കെ അവരുടെ ഇമോഷൻസിനൊക്കെ ഒരു റിലീഫ് കിട്ടുകയാണ്. അതുവഴി കാണുന്ന പ്രേക്ഷകന്റെ മനസ്സ് ശുദ്ധിയാവുകയാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദിസ് ട്രാജഡി ഗിവ്സ് ഇമോഷണൽ ബാലൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് തന്നെ ട്രാജഡി ഒരു ഇമോഷണൽ ബാലൻസും ഒരു സംതൃപ്തിയൊക്കെ നൽകുകയാണ്. ഈ ഓരോ ഓഡിയൻസിനും ഇമോഷണൽ ബാലൻസും സംതൃപ്തിയൊക്കെ നൽകുകയാണ്. അതാണ് കാതസിസ് എന്ന് പറയുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് ഈ കാതർസിസ് എന്നതുകൊണ്ടുള്ള മീനിങ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഹൊറാസ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പോയട്രി? ഹൊറാസിന്റെ അഭിപ്രായത്തിൽ എന്താണ് പോയട്രിന്റെ ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഹൊറാസ് ബിലീവ്ഡ് ദാറ്റ് പോയട്രി ഹാസ് ടു ഫംഗ്ഷൻസ്, ടു ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ട്. Poetry should entertain readers while also teaching moral values. Good poetry combines pressure with wisdom. ഹൊറാസിന്റെ അഭിപ്രായത്തിൽ പോയട്രിക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ്, ഒന്ന് ഡിലൈറ്റും ഒന്ന് ഇൻസ്ട്രക്റ്റും. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ആനന്ദം, ഇൻസ്ട്രക്റ്റ് എന്നാൽ നല്ല ശീലങ്ങൾക്ക് പഠിപ്പിക്കാം. പോയട്രി ഷുഡ് എന്റർടൈൻ റീഡേഴ്സ് വൈൽ ആൾസോ ടീച്ചിങ് മോറൽ വാല്യൂസ്. ഓരോ പോയട്രി ആളുകളെ റീഡേഴ്സിനെ എന്റർടൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോറൽ വാല്യൂസിലുമാണ് പഠിപ്പിക്കണം. ഗുഡ് പോയട്രി പ്രഷർ വിത്ത് വിസ്ഡം. നല്ലൊരു പോയട്രി ഒരിക്കലും പ്ലഷർ മാത്രമല്ല നൽകുന്നത്, പ്രഷറിൻ്റെ ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ വാല്യൂകളും മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു എന്നാണ് ഹൊറാസിൻ്റെ അഭിപ്രായത്തിൽ ഓരോ പോയട്രിയുടെയും ഫംഗ്ഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സിഡ്നീസ് ഐഡിയ ഓഫ് ദ ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ്? സിഡ്നി ആർഗ്യൂഡ് ദാറ്റ് പോയട്രി ഈസ് മോർ എഫക്റ്റീവ് ദാൻ ഫിലോസഫി ഓർ ഹിസ്റ്ററി ഇൻ ടീച്ചിങ് വിർച്വൽ. അതായത് സിഡ്നിൻ്റെ അഭിപ്രായത്തിൽ പോയട്രിയാണ് മോർ എഫക്റ്റീവ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാക്കുന്നത് പോയട്രിയാണ്. ഫിലോസഫിനെയും ഹിസ്റ്ററിയിലേക്കാളൊക്കെ നന്മ പഠിപ്പിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയത് പോയട്രിയാണ്. പോയട്രി മൂവ്സ് പീപ്പിൾ ഇമോഷണലി ആൻഡ് എൻകറേജസ് നോബിൾ ആക്ഷൻസ്. അതായത് ഇമോഷണലി പോയട്രിക്ക് എഫക്റ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ഇമോഷണലിയും എൻകറേജ് ചെയ്ത് ആളുകളെ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാനും പോയട്രിക്ക് കഴിയും. ദസ് ഇറ്റ് ടീച്ച് ത്രൂ ഇമാജിനേഷൻ ആൻഡ് പ്ലഷർ. അതിനാൽ പോയട്രി ആനന്ദത്തിലൂടെ, പ്ലഷറിലൂടെയും ഇമാജിനേഷനിലൂടെയൊക്കെ വാല്യൂസ് പഠിപ്പിക്കുന്നു എന്നാണ് സിഡ്നിയുടെ അഭിപ്രായത്തിൽ ആർഗ്യുമെന്റേറ്റീവ് മെത്തേഡ് അബൌട്ട് പോയട്രി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡു ഡ്രൈഡൻസ് ഒബ്സർവേഷൻ ഓൺ പിറ്റി ആൻഡ് ഫിയർ ഡിഫർ ഫ്രം അരിസ്റ്റോട്ടിൽ? അതായത് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ പിറ്റിയും ഫിയറും വഴി ഓരോ പ്രേക്ഷകന്റെ മനസ്സ് ശുദ്ധീകരിക്കുകയാണെന്ന്. പക്ഷേ ഡ്രൈഡന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന ക്വസ്റ്റ്യന്, അരിസ്റ്റോട്ടിൽ കൺസിഡർ പിറ്റി ആൻഡ് ഫിയർ ആസ് ഇമോഷണൽ ലീഡിംഗ് ടു കാതസിസ് ഇൻ ട്രാജഡി. അതായത് ട്രാജഡിയിലെ പിറ്റിയും ഫിയറും ഒക്കെ വഴി ഇമോഷൻസ് ഒക്കെ വഴി ഓരോ പ്രേക്ഷകന്റെ മനസ്സ് ശുദ്ധീകരിക്കുകയാണ്. ഡ്രൈഡൻ ഫോക്കസ്ഡ് മോർ ഓൺ ദയർ ഇമോഷണൽ ആൻഡ് എന്റർടൈനിങ് എഫക്ട് ഓൺ ദ ഓഡിയൻസ്. പക്ഷേ ഡ്രൈഡൻ ഫോക്കസ് ചെയ്യുന്നത് ഇമോഷണൽ ആയിക്കാണ്ടും മനസ്സിനെ ശുദ്ധീകരിക്കുന്നല്ല വേണ്ടത്, പകരം ഓരോരുത്തർക്കും എന്റർടൈൻമെന്റ് ആണ് ട്രാജഡി വഴി വേണ്ടതെന്നാണ് ഡ്രൈഡന്റെ അഭിപ്രായത്തിൽ. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഓഡിയൻസ് റെസ്പോൺസ് ആൻഡ് ഡ്രാമറ്റിക് പ്രഷർ. ആ ഒരു ഡ്രാമ വഴി പ്രേക്ഷകന്റെ പ്രതികരണവും അതുപോലെ പ്രേക്ഷകന് ഉണ്ടാകുന്ന സന്തോഷത്തിനാണ് ഡ്രൈഡൻ ഫോക്കസ് ചെയ്യുന്നത്. സിക്സ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ടു വേഴ്സ് ഫോംസ് ദാറ്റ് മെയ്ഡ് ലീസ്റ്റ് ഇംപ്രഷൻ ഓൺ ജോൺസൺ? അതായത് സാമുവൽ ജോൺസന് തീരെ ഇംപ്രഷൻ ഇല്ലാത്ത പോയം
ഇതിൻ്റെ ഫോംസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. സാമുവൽ ജോൺസൺ വാസ് ലെസ് ഇംപ്രസ്ഡ് ബൈ ബ്ലാങ്ക് വേർഡ്സ് ആൻഡ് പാസ്റ്ററൽ പോയട്രി. ഈ രണ്ട് ടൈപ്പ് പോയട്രി അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല. ഹി ബിലീവ്ഡ് ദേ ഓഫൺ ലാക്ക്ഡ് സ്ട്രെങ്ത് ആൻഡ് ഒറിജിനാലിറ്റി. കാരണം ഇതിന് സ്ട്രെങ്ത്തും ഇല്ല ഒറിജിനാലിറ്റി ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ജോൺസൺ പ്രിഫേർഡ് ക്ലിയർ ആൻഡ് മോറൽ പോയട്രി. അദ്ദേഹം ഒരു ക്ലിയർ ആയ മോറൽ പോയട്രിയാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. ഈ എന്താ പറയുക ബ്ലാങ്ക് വേർഡ്സ് പറഞ്ഞാൽ അത് ആ ടൈപ്പ് പോയത്തിൽ അത് തീമിനൊന്നും പ്രാധാന്യമല്ല. അതിനെ എന്താ പറയുക റിതമിക്ക് അങ്ങനത്തെ സാധനത്തിനൊക്കെ ഉള്ളൂ ഇമ്പോർട്ടൻ്റ്. അതായത് ആ ഒരു പോയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കണ്ടന്റിന് ഈ ബ്ലാങ്ക് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് കൊടുക്കണില്ല. അതുപോലെ തന്നെ പാസ്റ്ററൽ പോയട്രിയിലാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന തീമിനാണ് ഇമ്പോർട്ടൻ്റ്. ആ ഒരു പോയട്രിന്റെ ഘടനക്കോ സ്ട്രക്ചറിനൊന്നും ഇമ്പോർട്ടൻ്റ് കൊടുക്കില്ല. അതാണ് ഈ രണ്ട് ടൈപ്പ് പോയട്രി കേട്ടോ. ഈ രണ്ട് ടൈപ്പ് പോയട്രിയിലും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് ക്ലിയർ ആൻഡ് മോറൽ പോയട്രിയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. 7th question, വാട്ട് ഈസ് വേർഡ്സ്വർത്ത് ഡെഫിനിഷൻ ഓഫ് പോയട്രി? അതായത് വേർഡ്സ്വർത്തിന്റെ അഭിപ്രായത്തിലെ ഡെഫിനിഷൻ എന്താണ്, പോയട്രിന്റെ ഡെഫിനിഷൻ എന്താണ് ക്വസ്റ്റ്യൻ. വേർഡ്സ്വർത്ത് ഡിഫൈൻഡ് പോയട്രി ആസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി. ട്രാങ്കുലിറ്റി എന്നാൽ ഒരു കാം മൈൻഡ് എന്നൊക്കെയാണ് കേട്ടോ. അതായത് ശാന്തമായ ഒരു കാമായ മൈൻഡിൽ നിന്ന് വരുന്ന പവർഫുൾ ഫീലിങ്സ്, ശക്തമായ ഫീലിങ്സിൻ്റെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ്. അതായത് ശാന്തമായ സമയത്ത് റീകളക്ട് ചെയ്യുന്ന ശക്തമായ ഓർമ്മയുടെ, ശക്തമായ ഫീലിങ്സിൻ്റെ പെട്ടെന്നുള്ള ഓവർഫ്ലോ, പെട്ടെന്നുള്ള തൻ്റെ മെമ്മറിയിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു ഒഴുക്കിനെയാണ് കവിത എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ defined poetry by Wordsworth. According to him, poetry comes from deep emotions remembered in calm moments. അതായത് കാമായ സമയത്ത് വരുന്ന ഡീപ്പ് ഇമോഷൻസിനെയാണ് പോയട്രി എന്ന് പറയുന്നത്. നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഫീലിംഗ്സ് ആർ സെൻട്രൽ ഇൻ പോയട്രി. പോയട്രിന്റെ സെൻട്രൽ എന്ന് പറയുന്നത് നാച്ചുറൽ ഹ്യൂമൻ ഫീലിംഗ്സും ആണ് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. 8th question, how does Coleridge distinguish between fancy and imagination? തമ്മിലുള്ള വ്യത്യാസത്തെയാണ് കോളേജ് പറയുന്നത്. കോളേജ് said fancy is mechanical and only combines exciting images. കോളേജിൻ്റെ അഭിപ്രായത്തിൽ ഫാൻസി എന്ന് പറയുന്നത് പഴയ ചിത്രങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു മെക്കാനിക്കലാണ് ഫാൻസി എന്ന് പറയുന്നത്. അതായത് യാന്ത്രികമായി നടത്തിയ ഒരു സാധനമാണ് ഫാൻസി. ഇമാജിനേഷൻ ഈസ് ക്രിയേറ്റീവ് ആൻഡ് ഗീവ്സ് ന്യൂ മീനിങ് ആൻഡ് യൂണിറ്റി. പക്ഷേ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതാണ് ക്രിയേറ്റീവും അതാണ് പുതിയ മീനിങ്ങും യൂണിറ്റി ഒക്കെ നൽകുന്നത് ഇമാജിനേഷനാണ്. ഫാൻസി ഈസ് ലോവർ വൈൽ ഇമാജിനേഷൻ ഈസ് എ ഹയർ ക്രിയേറ്റീവ് പവർ. ഫാൻസി എന്നത് താഴ്ന്നതും ഇമാജിനേഷനാണ് എപ്പോഴും ഹയർ ആയി ക്രിയേറ്റീവ് പവറായി നിലനിൽക്കുന്നത് ഇമാജിനേഷനാണ്. 9th question, according to I.R. Richards, what are the 4 factors on which the meaning of a word depend? അതായത് ഒരു വേർഡിന്റെ മീനിങ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. I.R. Richards said meaning depends on 4 factors. അതായത് അഭിപ്രായത്തിൽ 4 കാര്യങ്ങളാണ് ഒരു വേർഡിന്റെ മീനിങ്ങിനെ നിർണ്ണയിക്കുന്നത്. സെൻസ്, ഫീലിംഗ്, ടോൺ ആൻഡ് ഇന്റൻഷൻ. സെൻസ് ഈസ് ദ ലിറ്ററൽ മീനിങ്. സെൻസ് എന്ന് പറയുന്നതാണ് അതിന്റെ ശരിക്കുള്ള മീനിങ്. ഫീലിംഗ്സ് ഈസ് ഇമോഷൻ. ഫീലിംഗ് എന്ന് പറയുന്നത് ആ വേർഡിന്റെ ഇമോഷൻ ആണ്. ടോൺ ഷോസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇന്റൻഷൻ റെഫേഴ്സ് ടു പർപ്പസ്. ടോൺ എന്ന് പറയുന്നത് അതിൻ്റെ ആ വേർഡിൻ്റെ സമീപനവും അതുപോലെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആ വേർഡിൻ്റെ ഉദ്ദേശവുമാണ്. അതായത് ഈ 4 കാര്യങ്ങളാണ് ഒരു വേർഡിൻ്റെ മീനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. 10th question, write 2 basic assumption of Levy's criticism. Levy's believed literature is closely connected with life and morality. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലൈഫിനെയും അതുപോലെ മൊറാലിറ്റിനെയായിട്ടുള്ള കണക്റ്റ് ആയ സാധനമാണ് ലിറ്ററേച്ചർ. He also believed great literature refines ഹ്യൂമൻ സെൻസിബിലിറ്റി ആൻഡ് മോറൽ അവയർനെസ്. അദ്ദേഹം പറഞ്ഞത് ഒരു ലിറ്ററേച്ചർ ഗ്രേറ്റ് ആണ് എന്ന് കണക്കാക്കുന്നത് അതിൻ്റെ ഹ്യൂമൻ സെൻസിബിലിറ്റിനെയും അതുപോലെ മോറൽ അവയർനെസ്സിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിക്കാണ്ടാണ് ഒരു ലിറ്ററേച്ചർ ഗ്രേറ്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്ററേച്ചർ ഷുഡ് ഇംപ്രൂവ് കൾച്ചർ ആൻഡ് വാല്യൂസ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ കൾച്ചറിനും വാല്യൂസിനും ഒക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് ലിറ്ററേച്ചർ. കാരണം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന് വാല്യൂസ് വർദ്ധിപ്പിക്കാനൊക്കെ പോയട്രി അതുപോലെ എല്ലാ ലിറ്ററേച്ചറും സഹായിക്കും. അതുകൊണ്ട് തന്നെ മോറൽ അവയർനെസ്സിനും സെൻസിബിലിറ്റിനും ഒക്കെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ഓരോ ലിറ്ററേച്ചറും ഗ്രേറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. 11th question, define affective fallacy. Affective fallacy means judging a literary work only by its emotional effect on readers. അതായത് ഒരു ലിറ്റററി വർക്ക് ഒരു ലിറ്റററി വർക്ക് ഒരു റീഡർ വായിക്കുമ്പോൾ ആ റീഡറിന് ഉണ്ടാക്കുന്ന ഇമോഷണൽ എഫക്റ്റിൻ്റെ സൈഡിലൂടെ ആ വർക്കിനെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് എഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. കാരണം അതൊരു തെറ്റായൊരു ജഡ്ജിങ് ആണ്. കാരണം എല്ലാവർക്കും ഒരേപോലത്തെ ഇമോഷണൽ ആവില്ല ഒരു ലിറ്റററി വർക്ക് വായിക്കുമ്പോൾ ഉണ്ടാകുക. എനിക്കുണ്ടാകുന്ന അതേ ഒരു ഫീലിംഗ് ആവില്ല വേറെ ഒരാൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഒരു ലിറ്റററി വർക്ക് വായിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായ ഒരു ജഡ്ജിങ് ആണ് എന്നാണ് എഫക്റ്റീവ് ഫാലസി. കാരണം എല്ലാവർക്കും ഒരേ ഫീലിംഗ്സ് ആവില്ല. ന്യൂ ക്രിറ്റിക്സ് കൺസിഡർ ദിസ് ഈസ് മിസ്റ്റേക്ക് ഇൻ ക്രിറ്റിസിസം. അതായത് ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് ഇതൊരു മിസ്റ്റേക്കാണ്, ക്രിറ്റിസിസിൽ വന്നൊരു മിസ്റ്റേക്കാണ് ഈ എഫക്റ്റീവ് ഫാലസി. എ പോം ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്. അതായത് ഒരു ലിറ്റററി വർക്ക് ഒരു പോയം ജഡ്ജ് ചെയ്യേണ്ടി അതിലെ അതിലുള്ള ടെക്സ്റ്റും അതിലെ മീനിങ്ങും നോക്കിക്കാണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു റീഡറിന് എന്താണ് ഇമോഷണലായി തോന്നിയത് ആ ഒരു ഇമോഷന്റെ ബലത്തിൽ ഒരിക്കലും ഒരു ലിറ്റററി വർക്കിന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതൊരു തെറ്റായ ജഡ്ജ്മെന്റ് ആണെന്നാണ് ന്യൂ ക്രിറ്റിക്സ് ഇത് വാദിക്കുന്നത്. അതാണ് എഫക്റ്റീവ് ഫാലസി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനിൽ പെട്ടെന്നാണ് കേട്ടോ.
12th question, what is Vyanjana? Vyanjana is the suggested or implied meaning in literary language. Vyanjana എന്ന് പറയുന്നത് ഒരു വേർഡിന്റെ പുറമെ കാണുന്ന അല്ലാതെ ഉള്ളിലുള്ള ഇന്നർ മീനിങ്ങിനെയാണ് വ്യഞ്ജന എന്ന് പറയുന്നത്. ഇറ്റ് ഗോസ് ബിയോണ്ട് ദ ലിറ്ററൽ മീനിങ് ഓഫ് വേർഡ്സ്. അത് നമ്മൾ പുറത്ത് കാണുന്ന ഒരു വാക്ക് വായിക്കുന്നതിലേക്കാളും അതൊരു പോയത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു മീനിങ് ആയി വരില്ല. അതാണ് ഇന്ത്യൻ ക്രിറ്റിക്സ് കൺസിഡർ ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ക്രിയേറ്റിംഗ് പോയറ്റിക് ബ്യൂട്ടി. അതുപോലെ ഇത് ക്രിറ്റിക്സ് ഒക്കെ ഒരു പോയറ്റിന്റെ ബ്യൂട്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വ്യഞ്ജന. കാരണം അതൊരു ആ ഒരു വേർഡ് ഇന്നർ മീനിങ്ങിലുള്ള വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ പോയറ്റിക് ബ്യൂട്ടി വർദ്ധിക്കുന്നു എന്നാണ് ഇന്ത്യൻ ക്രിറ്റിക്സ് പറയുന്നത്. 13th question, explain archetype. An archetype is a universal symbol, character or situation found repeatedly in literature and myth. അതായത് ഒരു ലിറ്ററേച്ചറിലോ ഒരു മീത്തിലൊക്കെ റിപ്പീറ്റായി ഉപയോഗിക്കുന്ന സിംബലോ ക്യാരക്ടർ സിറ്റുവേഷൻസിനൊക്കെയാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ദ ഹീറോ, മദർ ഫിഗർ ഓർ ജേണി. ആർക്കിടൈപ്സ് ക്രിയേറ്റ് കോമൺ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ എല്ലാ സ്റ്റോറിയിലും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഹീറോ, മദർ ഫിഗർ, ഒരു യാത്ര. ഇതൊക്കെ എല്ലാ സ്റ്റോറിയിലും എല്ലാ വർക്കിലും ഉണ്ടാകുന്നതാണ്. അതിനെയാണ് ഈ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ആർക്കിടൈപ്പ് പറയുന്നത് ഒരു കോമൺ ഹ്യൂമൻ എക്സ്പീരിയൻസ്. എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഉണ്ടാകുന്ന ഒരു കോമൺ എക്സ്പീരിയൻസ് ആണ് ഈ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരു പോയറ്റിക് ടെക്സ്റ്റിലും വർക്കിലും തന്നെ ഈ ആർക്കിടൈപ്പ് നമുക്ക് കാണാൻ കഴിയും. 14th question, what is mean by negative capability? ഈ നെഗറ്റീവ് കാപ്പബിലിറ്റി ഉപയോഗിച്ചത് കീറ്റ്സ് ആണ്. ഇറ്റ് മീൻസ് ദ എബിലിറ്റി ടു ആക്സെപ്റ്റ് അൺസർട്ടനിറ്റി, മിസ്റ്ററി ആൻഡ് ഡൗട്ട് വിത്തൗട്ട് സെർച്ചിങ് ഫോർ ലോജിക്കൽ ആൻസേഴ്സ്. എ ട്രൂ പോയറ്റ് റിമെയിൻസ് ഓപ്പൺ മൈൻഡഡ് ആൻഡ് ഇമാജിനേറ്റീവ്. അതായത് ഒരു പോയറ്റ് എന്ന് പറഞ്ഞത് എല്ലാതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എബിലിറ്റി, ഒരു കഴിവുണ്ടായിരിക്കണം. അൺസർട്ടനിറ്റി, മിസ്റ്ററി ആൻഡ് ഡൗട്ട് വിത്തൗട്ട് സെർച്ചിങ് ഫോർ ലോജിക്കൽ ആൻസേഴ്സ്. അതായത് ഒരു പോയറ്റ് ഒരു വർക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയറ്റ് ഒരു പോയം എഴുതുമ്പോൾ അദ്ദേഹം എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആണ്. അതുപോലെ ഇമാജിനേറ്റീവായി ഓപ്പൺ മൈൻഡഡ് ആയിക്കാനാണ് ഒരു പോയം എഴുതാറ്. കാരണം ഒരു പോയറ്റിനും സ്വന്തമായ ഒരു സ്വയം ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാവും. മതത്തിനായാലും സൊസൈറ്റിയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാവർക്കും സ്വയം ഒരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഒഴിവാക്കി മറന്ന് ഓപ്പൺ മൈൻഡായി ഏത് കാര്യങ്ങളെയും ഏത് മിസ്റ്ററിനെയും ഏത് അൺസർട്ടനിറ്റിയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുമായി ആണ് ഒരു പോയറ്റ് ഒരു പോയം എഴുതുമ്പോൾ. അതാണ് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിക്കാണ്ട് പോയം എഴുതാനിരിക്കണം ഒരു പോയറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി. 15th question, explain close reading. Close reading എന്താണ് ക്വസ്റ്റ്യൻ? ക്ലോസ് റീഡിംഗ് ഈസ് ദ കെയർഫുൾ ആൻഡ് ഡീറ്റെയിൽഡ് അനലൈസിസ് ഓഫ് എ ലിറ്റററി ടെക്സ്റ്റ്. ഒരു ലിറ്റററി ടെക്സ്റ്റിനെ കെയർഫുൾ ആയിക്കാണ്ട് ഡീറ്റെയിൽ ആയി വായിക്കുന്ന ആ ഒരു ലിറ്റററി ടെക്സ്റ്റിനെ പഠിക്കുന്നതിനെയാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ലാംഗ്വേജ്, ഇമേജറി, സിമ്പിൾ, സ്ട്രക്ചർ ആൻഡ് മീനിങ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഒരു മീനിങ് മാത്രമല്ല, അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ഇമേജറി, സിമ്പിൾസ്, സ്ട്രക്ചർ ആൻഡ് മീനിങ് എല്ലാത്തിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ക്ലോസ് റീഡിംഗ്. ന്യൂ ക്രിറ്റിക്സ് യൂസ് ദിസ് മെത്തേഡ് ടു സ്റ്റഡി ലിറ്ററേച്ചർ ക്ലോസ്ലി. ന്യൂ ക്രിറ്റിക്സ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഓരോ ലിറ്ററേച്ചറിനെയും ക്ലോസ് ആയി പഠിക്കാൻ വേണ്ടി കണ്ടാണ് ഈ ലിറ്ററേച്ചർ ഉപയോഗിക്കുന്നത്.